Hi friends, welcome to my YouTube channel H Media. ത്രീ മാക്സ് ബിഗിനർ ടു അഡ്വാൻസ് ട്യൂട്ടോറിയൽസിന്റെ 78 ലെസനാണിത്. ഈ ലെസണിലൂടെ ബോർഡർ ഫിൽ എന്ന ഫ്രീ സ്ക്രിപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പോളിഗൺ മോഡലിംഗ് വർക്ക് ഫ്ലോ ഈസി ആക്കുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്ക്രിപ്റ്റാണിത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് മോഡലിംഗ് ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ലെപ്പേർഡിന്റെ ഈ ഒരു ഐ സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ ബോർഡർ സെലക്ട് ചെയ്തുകൊണ്ട് ക്യാപ്പാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതുപോലെ ക്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് ഇതിന്റെ റിസൾട്ട് ലഭിക്കുക. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പോളിഗൺ മോഡലിംഗിന്റെ ഫ്ലോയിൽ ചേഞ്ചസ് വരാതെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്തുകൊണ്ട് കണക്ഷനോട് കൂടി ആ ഒരു ഏരിയയിലെ ഹോൾ നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഒരു ബട്ടനായും ഹോട്ട് കീ എഡിറ്ററിൽ ഷോർട്ട് കീ സെറ്റ് ചെയ്തുകൊണ്ടും വർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബോർഡർ ഫിൽ ചെയ്യുന്നതിനായി രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളിൽ നിന്നുള്ള വെർട്ടെക്സുകൾ സെലക്ട് ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വെർട്ടെക്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോർഡർ ഫിൽ എന്ന ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പോളിഗൺ ഇവിടെ ഫില്ല് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ ആ ഒരു ഏരിയ ഫില്ലായി ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയയിലെ വെർട്ടെക്സ് അനുസരിച്ചായിരിക്കും ആ ഒരു ഫ്ലോയും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അണ്ടു പ്രസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഈ ഒരു ബോർഡർ ഫിൽ ചെക്ക് ചെയ്യാം. ഈ ഒരു രണ്ട് വെർട്ടെക്സ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സെഗ്മെന്റ്സിന്റെ ഫ്ലോ ഇവിടെ ചേഞ്ച് ആയതായി നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് വേണ്ട ഏരിയ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബോർഡർ ഫിൽ നമുക്ക് ഈസിയായി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഞാൻ ഹോട്ട് കീ എഡിറ്റർ യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്ത ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യുകയാണ്. ഷിഫ്റ്റ് കൺട്രോൾ എഫ് ആണ് ഞാൻ ഇതിൽ ഷോർട്ട് കീ ആയി ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഷോർട്ട് കീ പ്രസ് ചെയ്യാം. നമ്മൾ ആ ഒരു ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റായി തന്നെ ഈ ഒരു ഫിൽ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഫിൽ ചെയ്ത ഏരിയ നമുക്ക് ടോപ്പ് ലെവൽ മോഡിൽ വന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്തുകൊണ്ട് ഫിൽ ചെയ്ത ഏരിയ നമുക്കിതുപോലെ സ്മൂത്ത് അല്ലാതെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു സ്മൂത്ത്നെസ് പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായി സ്മൂത്ത് ആയ ഏരിയയിലെ ഒരു പോളിഗൺ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം പോളിഗൺ സ്മൂത്തിങ് ഗ്രൂപ്പ് എന്ന ഈ ഒരു ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ടാബിൽ നമുക്കിവിടെ 2 എന്ന ഈ ഒരു നമ്പർ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു പോളിഗന്റെ സ്മൂത്തിങ് ഗ്രൂപ്പ്സിൽ 2 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ബോർഡർ ഫിൽ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഏരിയയിലെ പോളിഗൺ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മൂത്തിങ് ഗ്രൂപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു പോളിഗൺ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വാല്യൂ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നതിനായി നമുക്ക് കൺട്രോൾ എ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ക്ലിയർ ഓൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നൊരു സ്മൂത്തിങ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയോ ഓട്ടോ സ്മൂത്ത് എന്ന ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു 2 എന്ന ഒരു വാല്യൂ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പോളിഗൺ മോഡൽസിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മൾ ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസിൽ നമുക്ക് എങ്ങനെ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇതുപോലെ ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഞാൻ ഈ ഒരു സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഈ ഒരു ടോപ്പ് പോർഷനിൽ സെഗ്മെന്റ് ഇല്ലാതെയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്യാപ്പിംഗ് എന്ന ഓപ്ഷനിൽ ക്യാപ്പ് സ്റ്റാർട്ട്, ക്യാപ്പ് എൻഡ് തുടങ്ങിയ ഓപ്ഷൻസ് ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഈ ഒരു മോഡലിനെ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യുന്നതിനായി എഡിറ്റ് പോളി മോഡിഫയർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മോഡിഫയർ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് ബോർഡർ ഫിൽ നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഷോർട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബോർഡർ ഫിൽ ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇതിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷൻ കണക്ഷനോട് കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ കണക്ഷനോട് കൂടി ഒരു മോഡൽ ചെയ്തെടുക്കുവാൻ നമുക്ക് ഈ ഒരു ബോർഡർ ഫിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്.
ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ബോർഡർ ഫിൽ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ഇതൊരു മാക്രോ സ്ക്രിപ്റ്റാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പോളിമോഡ് എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഫയൽ സെലക്ട് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാം. അതിനുശേഷം സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ ഓട്ടോഡെസ്ക് അതിൽ നമ്മുടെ 3ds Max വേർഷൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഫോൾഡറിനുള്ളിൽ സ്റ്റാൻഡേർഡ് പ്ലഗ്സ് എന്ന ഈ ഒരു ഫോൾഡർ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. സ്റ്റാൻഡേർഡ് പ്ലഗ്സ് എന്ന ഈ ഒരു ഫോൾഡറിനുള്ളിൽ സ്റ്റാൻഡേർഡ് സ്ക്രിപ്റ്റ്സ് എന്ന ഈ ഒരു ഫോൾഡർ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ കോപ്പി ചെയ്ത പോളിമോഡ് എന്ന സ്ക്രിപ്റ്റിനെ നമുക്കിതിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റിനെ ഒരു ബട്ടനായി നമ്മളുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു ബട്ടനായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി കസ്റ്റമൈസിൽ യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ടൂൾ ബാർസ് എന്ന സെക്ഷനിൽ കാറ്റഗറിയിൽ നിന്നും പോളിയോപ്പി എന്ന ഈ ഒരു കാറ്റഗറി ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു ബോർഡർ ഫില്ലിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ബോർഡർ ഫിൽ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മളൊരു ബട്ടനായി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ഹോട്ട് കീ എഡിറ്ററിൽ ഒരു ഷോർട്ട് കീ ഇതിന് സെറ്റ് ചെയ്യാം. അതിനായി കസ്റ്റമൈസിൽ നിന്നും ഹോട്ട് കീ എഡിറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് പോളി ഓപ്ഷൻ എന്ന് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു ഹോട്ട് കീസ് എന്ന ഈ ഒരു സെക്ഷനിൽ Ctrl+Shift+F പ്രസ് ചെയ്യാം. അതിനുശേഷം അസൈൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഷോർട്ട് കീ ഈ ഒരു ടൂളിനായി നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ചേഞ്ചസ് നമുക്ക് ഇതിലേക്ക് സേവ് ചെയ്യാം. അതിനെ നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിനെ ഈസിയായി യൂസ് ചെയ്യുന്നതിനായി ഒരു ഷോർട്ട് കീയും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് ബോർഡർ ഫിൽ നമ്മുടെ വർക്ക് ഫ്ലോക്ക് അനുസരിച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.